മോർണിംഗ് മാം. എന്താ വിജയ്? ആന്റി, ഇവര് സൂര്യയെ കാണാൻ വന്നതാ. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് നിർബന്ധം 2 മിനിറ്റെങ്കിലും കാണണമെന്ന്. വിവേക്, സൂര്യയുടെ കണ്ടീഷൻ ഇപ്പൊ ബെറ്ററാ. പിന്നെ മുറിവ് കാര്യമായിട്ടുള്ളതുകൊണ്ട് അകത്തേക്ക് അധികം ആളെ കയറ്റണ്ടെന്നും അണുബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ആരെയും അകത്തേക്ക് കയറ്റാത്തത്. നിങ്ങൾ പൊയ്ക്കോളൂ. എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. അയ്യോ, എന്തിനാ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? പൊയ്ക്കോ. മാഡം, ഞാനും സൂര്യയും തമ്മിൽ എത്രയോ കാലമായിട്ടുള്ള ബന്ധമാണെന്ന് അറിയാലോ. എനിക്കതറിയാലോ. പക്ഷേ ഒരാൾക്ക് അസുഖമായ അടുപ്പുള്ള ആൾക്കാര് ചില കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്യണ്ടേ വിവേകെ? സ്വന്തം കൂട്ടുകാരന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ പറയുന്നത്? അതിനെന്താ മനസ്സിലാക്കാൻ എത്ര ബുദ്ധിമുട്ട്? നന്ദിനിയെ മാറ്റി നിർത്തിയിരിക്കുന്നതും അണുബാധയുടെ പേരിലാണോ? പറയണം മാഡം. ഭർത്താവിന്റെ മുറിയിൽ പോകാൻ പാടില്ലെന്ന് ഭാര്യയോട് പറയുന്നതും ഡോക്ടർ പറഞ്ഞിട്ടാണോ? ഇതൊക്കെ ചോദിക്കാൻ നീ ആരാടി? നീ എവിടെ നിന്നാ ചോദിക്കുന്നത്? ആരെയാ ചോദ്യം ചെയ്യുന്നതൊക്കെ വല്ല ബോധമുണ്ടോ? നീ പറഞ്ഞ നന്ദിനി ആരാ? ഈ വീട്ടിലെ വെറും വേലക്കാരി. അവള് സൂര്യയുടെ മുറിയിൽ പോണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതേ മമ്മിയാ. നന്ദിനി ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല, ഏട്ടന്റെ ഭാര്യയല്ലേ? ഞങ്ങളുടെ കയ്യിൽ നിന്ന് ശമ്പളം പറ്റുന്നവരെ ഞങ്ങൾ ജോലിക്കാരെന്ന് തന്നെയാ പറയുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവും ഞങ്ങളുടെ ജോലിക്കാരൻ തന്നെ. അങ്ങനെ പറയുന്നതിൽ എനിക്ക് ഒരു വിരോധമില്ല മാഡം. പക്ഷേ പറയുന്ന കാര്യത്തിൽ ഒരു ന്യായം വേണം. നന്ദിനി സൂര്യയുടെ അടുത്ത് പോകുന്നതുകൊണ്ട് എന്താ പ്രത്യേകിച്ച് നഷ്ടപ്പെടാനുള്ളത്? നന്ദിനിയെ മാറ്റി നിർത്തിയതുകൊണ്ട് എന്താ നിങ്ങൾ നേടുന്നത്? നന്ദിനി അവകാശങ്ങളൊന്നും ചോദിക്കില്ലെന്നുള്ള ധൈര്യം കൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നന്ദിനി പുറത്തിറങ്ങി ഒരു പരാതി കൊടുത്താ സൂര്യയുടെ അടുത്തേക്ക് പോകാൻ സമ്മതിക്കേണ്ടി വരില്ലേ നിങ്ങൾക്ക്? നിർത്തടോ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ അവളെ വിളിച്ചോണ്ട് പുറത്തു പോ. എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി ഒരു പരാതി കൊടുക്കും. എടാ, പത്മയെ കുറിച്ച് നീ എന്താടാ കരുതിയിരിക്കുന്നത്? ഒന്നിച്ചിരുന്ന് മദ്യപിക്കുമ്പോ ഭൂമിയിലെ ഏറ്റവും വിലകെട്ട ഒരു സ്ത്രീയാണെന്ന് എന്റെ മകൻ നിന്നോട് വിളിച്ച് പറയുന്നുണ്ടാവും. പക്ഷേ അത് കേട്ട് നീ സംസാരിക്കാൻ നിൽക്കരുത്. നന്ദിനി എന്റെ മകന്റെ ഭാര്യയാണെന്ന് ഞാൻ ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. ഇനി ഒരിക്കലും അംഗീകരിക്കാനും പോകുന്നില്ല. ഈ വീടിനകത്തുള്ള ഏറ്റവും വിലകെട്ട വസ്തു എന്താണെന്ന് ആരെങ്കിലും എന്നോട് ചോദിച്ചാ അവളെ തന്നെയായിരിക്കും ഞാൻ ചൂണ്ടിക്കാണിക്കാം.